നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എങ്കിൽ ഇവിടെ ഇതാ KTDC ചെയർമാനും ഒപ്പം CPM-ന്റെ നേതാവ് എന്ന് മാത്രവുമല്ല പാർട്ടിയിലെ തന്നെ ഏറ്റവും വിശ്വസ്തനുമൊക്കെ ആയിരുന്ന PK ശശി ഇപ്പോൾ പാർട്ടി വിടുമോ എന്ന ചോദ്യം ആണ് ഉയരുന്നത്. നിരവധിയായ ആരോപണങ്ങൾ PK ശശിക്ക് നേരെ ഉയർന്നപ്പോഴൊക്കെ പാർട്ടി സംരക്ഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിയുമായി അകലം പാലിക്കുകയും പാർട്ടി മാറ്റി നിർത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് KTDCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും PK ശശി എത്തിക്കുകയും ചെയ്തത്. ഇപ്പോഴിതാ PK ശശി പാർട്ടി വിടുമോ എന്ന സംശയം ഉണ്ടാകുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കാൻ പാലക്കാട്ടെ CPIM വിമതർ നീക്കം തുടങ്ങി എന്നതാണ് റിപ്പോർട്ട്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കും എന്നതാണ് വിവരം. വിമതരുടെ പാർട്ടിയിലേക്ക് PK ശശിയെയും ഉൾപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ശശി പാർട്ടി വിടുമോ എന്നത് സാങ്കല്പിക ചോദ്യം എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അതിനിപ്പോൾ മറുപടി പറയുന്നില്ല. പാലക്കാട്ടെ വിമത കൂട്ടായ്മയെ പാർട്ടി നേരിടുക തന്നെ ചെയ്യും. അവർ മുന്നോട്ട് പോകട്ടെ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എങ്ങനെയാണ് കാണുന്നത്? അതിനൊക്കെ നേരിട്ട് പോകല്ലാണ്ട് വേറെ വഴിയെന്താ ഉള്ളത്? വിമതന്മാരെന്ന് നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പലരും. ആരാണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ആ വാർത്ത വായിച്ചിട്ടുമില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ അതിന് എങ്ങനെയാണ് കാണുക? ഉറപ്പായിട്ടും അതിനെ നേരിട്ട് കൊണ്ടുപോകും. വേറെ എന്താ? ആര് അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക ഉത്തരവും ഇല്ലാന്ന് ഞാൻ സാധാരണ പറയുന്നത്. നിങ്ങൾ പൊതുവെയാളായിരിക്കും, അതുകൊണ്ടാണ്. സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും PK ശശി പോകുമോ എന്ന ചോദ്യത്തിന് അതൊരു സാങ്കല്പിക ചോദ്യം എന്നതാണ് പറയുന്നത്. സാങ്കേതികമായി അത് ശരിയാണ് താനും. കാരണം ശശി പോയിക്കുമോ ഇല്ലയോ എന്നിപ്പോൾ MV ഗോവിന്ദന് പറയാൻ സാധിക്കില്ല. പോയി കഴിഞ്ഞ ശേഷമാണല്ലോ പ്രതികരിക്കേണ്ടത് എന്ന ന്യായമാണ്. പക്ഷേ എപ്പോഴും അങ്ങനെയൊന്നുമല്ല ഈ നേതാക്കൾ പ്രതികരിക്കാറുള്ളത്. എത്രയോ നേതാക്കളെ അതിനു മുമ്പ് സ്വാഗതം ചെയ്തിട്ടുണ്ട്, അതിനുശേഷം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അനുമോദ്, ഇപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ആ സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണല്ലോ. അദ്ദേഹം അത് തള്ളിക്കളയാൻ തയ്യാറായില്ല. ഇതൊരു സാങ്കല്പിക ചോദ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നും അദ്ദേഹം പറയുന്നില്ല. ശശി പാർട്ടിയിൽ ഉണ്ടാകുമെന്നും പറയുന്നില്ല. വിമതർ അങ്ങനെ ഒരു നീക്കവുമായി പോകട്ടെ, ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുമോദം? അഭിലാഷ്, പാലക്കാട് CPM-ന് എക്കാലവും തലവേദനയാകുന്ന ഒരു പ്രവർത്തനമാണ് വിമതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറയൊക്കെ അവരുടെ വലിയൊരു സ്വാധീനത്തിൻ്റെ കേന്ദ്രവുമാണ്. അങ്ങനെ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നുള്ള ആ ഒരു വിമതരുടെ കൂട്ടായ്മ ഇപ്പോൾ ജില്ല ഒന്നാകെ വ്യാപിക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. എല്ലാ മേഖലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നവർ, അവരുടെ പ്രവർത്തനങ്ങളിൽ നടപടി നേരിട്ടവർ, അങ്ങനെയുള്ളവരെല്ലാവരെയും ഒട്ടിച്ചേർത്തുകൊണ്ട് ഒരു മുന്നണി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അത് UDF-നൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യമിടുന്നത്. ഇതിലേറ്റവും പ്രധാനം ആര് ആണ് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞാമ്പാറയിലെ ഈ ഒരു വിമത കൂട്ടായ്മ, അതിലേക്ക് ആരൊക്കെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ചകളിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് ഉയരുന്നത്. PK ശശിയുടെ പേര് സജീവമായിട്ട് ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. PK ശശി നമുക്കറിയാം, അദ്ദേഹം KTDC ചെയർമാനാണ്. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും CPM-ന്റെ അംഗമാണ്. പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹം സജീവമായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പമല്ല. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഇടതുപക്ഷത്തിന് തലവേദനയാകുന്ന വിധം മത്സരിക്കുകയും UDF-നൊപ്പം നിൽക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലം കൂടി ഇതിനോടൊപ്പം പറഞ്ഞതിന് ശേഷമേ ഈ കൂട്ടായ്മയിലേക്ക് ശശി വരുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റം എങ്ങനെയെന്ന് വിശദമാക്കാനാകുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒപ്പം കൂട്ടുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്യമായ പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. പക്ഷേ അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് മാത്രമല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് അകന്നു നിൽക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ച തന്നെയാണ്, ഒരു നീക്കം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ A സുരേഷ്, നേരത്തെ VS-ന്റെ PS ആയിരുന്ന A സുരേഷിൻ്റെ പേരും ചർച്ചകളിൽ അറിയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഇതിലൊരു തീർപ്പ് അല്ലെങ്കിൽ ഒരു ആധികാരികമായിട്ട് ഇവർ വരുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകാൻ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നീക്കങ്ങൾ ഉണ്ടാകും. VD സതീശൻ്റെ യാത്ര പാലക്കാട് എത്തുമ്പോൾ ഈ ഒരു കൂട്ടായ്മ അതിൽ സജീവമായിട്ടുണ്ടാകുമെന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. PK ശശി ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാലക്കാട് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു തലവേദന തീർക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും
ഉണ്ടാവുക. മറ്റ് നേതാക്കളെ പോലെയല്ല പി കെ ശശി. അദ്ദേഹം പാർട്ടിക്ക് പുറത്താണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പോലും വലിയൊരു സ്വാധീനം അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ എല്ലാ മേഖലകളിലും ഇടതുപക്ഷ പ്രവർത്തകരാണ്. പക്ഷേ അവർ ശശിക്കൊപ്പം നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാക്കുക. മണ്ണാർക്കാടും അതേപോലെ കോങ്ങാടും ഒറ്റപ്പാലത്തും ഷൊർണൂരിലുമൊക്കെ ഇവർക്ക് ഒരു സ്വാധീനം തീർക്കാനും സാധിക്കും. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി മേഖലകളിൽ തലവേദന തീർക്കുവാനും UDF ഒപ്പം നിൽക്കുവാനും ഈ ഒരു കൂട്ടായ്മ തീരുമാനിച്ചാൽ, ശശി അവർക്കൊപ്പമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനത് പാലക്കാട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വെല്ലുവിളിയാകുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാക്കുക. അഭിലാഷ്, ഇവിടെ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഈ പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ടല്ലോ. അതിപ്പോൾ പാലക്കാട് നിയമസഭയിലും നമുക്കറിയാമല്ലോ, പാലക്കാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. അവിടുത്തെ വോട്ട് വിഹിതം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയ കേരളം ഒന്നാകെ ചർച്ച ചെയ്യുന്ന, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അത് ബാധിച്ചില്ല എന്നൊക്കെ കോൺഗ്രസ് പറയുമ്പോൾ പോലും ചില വോട്ടുകളെങ്കിലും അവിടുത്തെ MLAക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള, രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ എന്നത് അത് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവിടെ CPM-ന് പാലക്കാടടക്കം ലഭിക്കുന്ന ഓരോ വോട്ടുകളും നിർണായകമാണ്. മാത്രവുമല്ല ബി ജെ പി അവിടെ എപ്പോഴും 2ാം സ്ഥാനത്തെത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് 2021 ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഇഞ്ചോടിഞ്ച് ഫൈറ്റിലേക്ക് എത്തിയ ഒരു മണ്ഡലം എന്ന നിലയിലൊക്കെ. അപ്പോൾ ഇതിനെ നേരിടുക എന്നതിനപ്പുറത്ത് അനുനയിപ്പിക്കുക എന്നൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് CPIM ഇപ്പോൾ വിലയിരുത്തുന്നത്. തീർച്ചയായും ഗോവിന്ദൻ മാഷ്ടറുടെ വാക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വിമതരായിട്ടുള്ളവർ എപ്പോഴും പാർട്ടിക്ക് എതിരെ നിൽക്കുന്നവരും പാർട്ടിക്ക് പുറത്തു പോയവരുമാണ്. അവരെ നേരിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അത്തരത്തിലുള്ള കൂട്ടായ്മയുമായിട്ട് അനുരഞ്ജനത്തിനോ ഒരു ഈ പ്രശ്നങ്ങൾ സമവായത്തിലേക്ക് എത്തിക്കാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല. നിലവിൽ തന്നെ അവരെ എതിരിട്ടുകൊണ്ട് പാർട്ടിയുടെ പാലക്കാട് ജില്ലയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാണ് നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ആളുകളെ പിടിച്ചു നിർത്താൻ ഒരു ശ്രമവും ഉണ്ടാവില്ല. പക്ഷേ PK ശശിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല സാഹചര്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് തിരികെ ജില്ലാ കമ്മിറ്റിയിലേക്കും നേതൃത്വത്തിലേക്കും കൊണ്ടുവരാമെന്നൊരു ഉറപ്പ് പാർട്ടിയിലെ ഒരു വിഭാഗം നൽകിയിട്ടുണ്ട് എന്നൊരു സൂചനയുമുണ്ട്. അതുകൊണ്ടാണ് PK ശശി പരസ്യ പ്രചരണങ്ങൾക്കൊന്നും തയ്യാറാകാതെ മാറി നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു അടുത്തതായിട്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര പാലക്കാട് ജില്ലയിലേക്കാണ് കടക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒരു സാഹചര്യം ഉണ്ടാവുകയും PK ശശി ഈ ഒരു വിമത നീക്കത്തിനുമായി സഹകരിക്കാതെ മാറി നിൽക്കുന്ന പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ PK ശശി ഇവർക്കൊപ്പം ചേരുകയാണെങ്കിൽ അത് പാർട്ടിക്ക് നൽകാവുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഉണ്ടാകാവുന്ന ഒരു സ്വാധീനം സ്വാഭാവികമായിട്ടും അത് വേറെ ആയിരിക്കും. നേരെ മറിച്ച് വിമത കൂട്ടായ്മ പല മേഖലകളിലായിട്ടുള്ള വിമതരെ കൂട്ടിയിണക്കി അവർക്ക് UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ളൊരു സ്വാധീനം ഉണ്ടാക്കുമ്പോൾ അത് വലിയ തോതിൽ തന്നെ CPM-ന് തലവേദനയാകുന്ന സാഹചര്യം ജില്ലയിൽ മുഴുവൻ തീർക്കില്ല എന്നാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് നിലവിൽ കൊഴിഞ്ഞാമ്പാറ ഉൾപ്പെടുന്ന മേഖലകളിൽ, പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല ആലത്തൂരും നെന്മാറയും ഒക്കെ അവർക്ക് ശക്തിയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ തന്നെ അവിടെ LDF-ന് തിരിച്ചടി കൊടുക്കാൻ പല പഞ്ചായത്തുകളിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതോടെ നിലവിൽ LDF-ന് കൈവശമുള്ള പല മണ്ഡലങ്ങളും UDF-ലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ളവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം ആരെല്ലാം ആകും, ഏതെല്ലാം നേതാക്കളാകും ഈ കൂട്ടായ്മയുടെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ്. PK ശശി ഇവർക്കൊപ്പം ചേരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ നീക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാവുന്ന കാര്യം. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.